നിലമ്പൂർ പോരിന് ശേഷവും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണ വിവാദം അവസാനിക്കുന്നില്ല. CPIM-ഉം ജമാഅത്തെ ഇസ്ലാമിയും നേരിട്ട് ഏറ്റുമുട്ടൽ തുടങ്ങിക്കഴിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി ഉയർത്തുന്ന ന്യൂനപക്ഷ വർഗീയത ചൂണ്ടിക്കാട്ടി CPIM നേതാക്കൾ വിമർശനം ശക്തമാക്കി. CPIM നടത്തുന്നത് വിദ്വേഷ പ്രചാരണമെന്നാരോപിച്ച് ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ വാർത്താസമ്മേളനം നടത്തി. ജമാഅത്തെ ഇസ്ലാമി പിന്തുണ വിവാദം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടെ അവസാനിക്കില്ലെന്നാണ് ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സംബന്ധിച്ച വിവാദം ആദ്യം ഉന്നയിച്ചത് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ്. വർഗീയവാദികളും തീവ്രവാദികളും ചേർന്നാണ് UDF-നെ വിജയിപ്പിച്ചതെന്നും LDF-ന് കിട്ടിയത് മതനിരപേക്ഷ വോട്ടുകളാണെന്നുമായിരുന്നു MV ഗോവിന്ദന്റെ പരാമർശം. തോൽവി ഏറ്റുവാങ്ങിയാലും വർഗീയ കക്ഷികളുമായി കൂട്ടിനില്ലെന്ന് ഇടതുമുന്നണി കൺവീനർ വ്യക്തമാക്കി. ന്യൂനപക്ഷ കക്ഷികളാണെന്ന് കരുതി അവരെ തള്ളിപ്പറയാതിരിക്കാനാകില്ലെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. എത്ര തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നാലും ഈ വർഗീയ ശക്തികളുമായിട്ട് യോജിപ്പില്ല എന്നുള്ള ഉറച്ച നിലപാടാണ്. CPIM വിമർശനം ശക്തമാക്കിയതോടെ പ്രതിരോധവുമായി ജമാഅത്തെ ഇസ്ലാമി നേതാക്കളും രംഗത്തെത്തി. ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വരെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയുടെ മധുരം നുണഞ്ഞ ആളാണ്. ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി രംഗത്തെത്തിയതോടെ മതരാഷ്ട്രവാദവും വർഗീയ വോട്ടും വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പ്രധാന ചർച്ചാ വിഷയമാകുമെന്നുറപ്പാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.